75 കിലോ വാട്ടിൻ്റെ ബാറ്ററി ബാക്കുള്ള ഹാരിയർ ഇവിക്ക് 627 കിലോമീറ്ററാണ് ARAI സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത്. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഒരു 480 to 505 കിലോമീറ്റർ റിയൽ ലൈഫ് റേഞ്ച് ഹാരിയർ ഇവിക്ക് കിട്ടുന്നതായിരിക്കും. റേഞ്ച് മാത്രമല്ല, ഓൾ വീൽ ഡ്രൈവ്, 540° ക്യാമറ തുടങ്ങി ഒട്ടേറെ ഫീച്ചേഴ്സുമായിട്ടാണ് ഹാരിയർ ഇവി വന്നിരിക്കുന്നത്. അപ്പോൾ ഹാരിയർ ഇവിയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. സൗണ്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ഹർമൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സാംസങ് നിയോ QLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ 36.9 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഡോൾബി അറ്റ്മോസ് വിത്ത് JBLൻ്റെ ബ്ലാക്ക് സ്പീക്കേഴ്സ്, ഇതുകൂടാതെ 360° സറൗണ്ട് വ്യൂ, ട്രാൻസ്പെറൻറ്റ് മോഡ്, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് HD റിയർ വ്യൂ മിറർ വിത്ത് DVR ആണ്. നമ്മൾ കഴിഞ്ഞ തവണ ഹമ്മർ ഇവിയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എടുത്ത് പറഞ്ഞൊരു ഫീച്ചറായിരുന്നു ഈ കാണുന്ന HD റിയർ വ്യൂ മിറർ. അപ്പോൾ ആ ഒരു ഫീച്ചർ നമ്മുടെ ഹാരിയർ റിവ്യൂയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു ക്യാമറയുടെ അസിസ്റ്റ് കാരണം നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഡിജി ആക്സസ് എന്ന് പറയുന്ന 3 രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്നത് നമുക്ക് കാറിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ നമുക്കൊരു സ്മാർട്ട് റിമോട്ട് കീയും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് പാർക്ക് അസിസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉള്ള കീ സെറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീ സെറ്റാണ് ഇപ്പോൾ നമ്മൾ ഹാരിയർ ഇവിക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കീ യൂസ് ചെയ്തിട്ട് നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടി മുന്നിലേക്കും പിന്നിലേക്കും എടുക്കാനും തുടങ്ങി 11 സ്മാർട്ട് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു കീ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനിയുള്ളത് ഒരു സ്മാർട്ട് കാർഡാണ്. അപ്പോൾ നമുക്ക് RFID കാർഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് കാർഡാണ് അടുത്തായിട്ടുള്ളത്. അപ്പോൾ വണ്ടിയിലേക്ക് എൻ്റർ ചെയ്യാനായാലും വണ്ടി ലോക്ക് ചെയ്യാനൊക്കെ ആയാലും നമുക്ക് ഈ കാണുന്ന RFID കാർഡ് യൂസ് ചെയ്തിട്ട് വണ്ടിയിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന 3 ഫീച്ചേഴ്സാണ് ഹൈലൈറ്റ് ആയിട്ട് ഹാരിയർ റിവ്യൂവിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഡിജിറ്റൽ കീസ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഡ്രൈവ് പേ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അപ്പം നമ്മൾ EV ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം പല ചാർജ് സ്റ്റേഷനിൽ പല ചാർജിങ് ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ വണ്ടിയിൽ ഇറങ്ങി ഗണ്ണ് കണക്ട് ചെയ്ത് ചാർജിങ് ആപ്ലിക്കേഷൻ എടുത്ത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പുതിയ ഹാരിയർ റിവ്യൂയുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ ഡ്രൈവ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് UPI കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു ഫീച്ചർ വരുന്നത് മാപ്പിൾ സോട്ടയാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്തുള്ള ചാർജ് സെഷൻസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് വണ്ടിയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഇത്ര കിലോമീറ്റർ പോകുന്നുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ എറണാകുളത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള റേഞ്ച് വെച്ചിട്ട്, അതായത് വണ്ടിയുടെ ബാറ്ററി വെച്ചിട്ട് നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്നുള്ള അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുക. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ കണക്ക് ഇത് കൂടാതെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂട്ടിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഫീച്ചർ വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് IRA ആപ്പാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പലരും കണ്ടിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. വണ്ടി ചാർജ് ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും ഡിജിറ്റൽ ആക്സസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, 4 വർഷത്തേക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുകൂടാതെ വേറെ ഒരുപാട് ചാർജിങ് ആപ്ലിക്കേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിപ്പോൾ നിലവിൽ 17,000 ചാർജേഴ്സ് IRA ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് ചാർജേഴ്സിൻ്റെ എണ്ണം കൂട്ടി എന്ന് പറയുന്നത് IRA ആപ്പിൽ ടോട്ടലി വന്നൊരു മാറ്റമാണ്. അപ്പോൾ നേരത്തെ ഉള്ള EV ഓണേഴ്സിനും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. EV ഓണേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പല ചാർജിങ് ആപ്ലിക്കേഷനിൽ വാലറ്റിൽ പൈസ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഫോണിൽ ഈ ആപ്ലിക്കേഷനെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം ഈ പറയുന്ന UPI പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ടാറ്റയുടെ തന്നെ മെഗാ EV ചാർജേഴ്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം 2027 ആകുമ്പോഴത്തേക്ക് 500ഓളം ചാർജേഴ്സ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 120 കിലോ വാട്ടിന് മുകളിലോട്ടുള്ള ചാർജേഴ്സ് ആയിരിക്കും ഈ ഒരു ചാർജ് സ്റ്റേഷന് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാരിയർ EV ഏകദേശം 120 കിലോ വാട്ടിൻ്റെ ആ ഒരു ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഹാരിയർ റിവ്യൂവിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ വാലറ്റ് ആണ്. അതായത് നമുക്ക് പാർക്കിംഗ് അസിസ്റ്റ് ടാറ്റ EV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ BE6 ഒക്കെ വന്ന ടൈമിൽ എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ പറഞ്ഞ ഓട്ടോ പാർക്ക് അസിസ്റ്റ്. അപ്പോൾ ആ ഒരു ഫീച്ചർ നമ്മുടെ ഹാരിയർ റിവ്യൂവിൽ കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്ക് ടാറ്റ മഹീന്ദ്രയ്ക്ക് ഇട്ടൊരു പണി കൊടുത്തത് തന്നെയാണ്. കാര്യം ഈ പറഞ്ഞ കണക്ക് ഇത് എല്ലാവരും ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞൊരു ഫീച്ചർ തന്നെയാണ്. ആൻഡ് ഇനി സീറ്റിങ്ങിലേക്ക് വരുവാണെങ്കിലും നമുക്ക് ഒരുപാട് വ്യത്യാസം പുതിയ ഹാരിയർ റിവ്യൂവിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം, ഈ പറഞ്ഞ പവേർഡ് മെമ്മറി ഫങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻസ് ഒക്കെ മെമ്മറി ആയിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ ഉള്ള പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്, പിന്നെ 65 വാട്ട്സിൻ്റെ Type-C ഫാസ്റ്റ് ചാർജിങ് ആ ഒരു ഫെസിലിറ്റി നമുക്ക് ബാക്ക് റോയിൽ വരുന്നുണ്ട്. കൂടാതെ ബോസ് മോഡ്, പനോറമിക് സൺറൂഫ് തുടങ്ങിയ ഫീച്ചേഴ്സും ഹാരിയർ റിവ്യൂവിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സീറ്റിംഗ് കംഫർട്ട് കൂട്ടാനായിട്ട് അൾട്രാ ഗ്ലൈഡ് സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ
കൂടെ ടാറ്റ ഹാരിയർ EVയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ കാരണം നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് B6ലും ഇതേപോലൊരു ഫീച്ചറൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ടാറ്റ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എടുത്ത് പറയേണ്ടത് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസിനെ പറ്റിയാണ്. 502 ലിറ്ററാണ് നോർമൽ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം 999 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അഡ്വഞ്ചർ, ഫിയർലെസ്, എംപവേർഡ് എന്നീ 3 ഓപ്ഷനിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. കൂടാതെ 4 കളർ കോമ്പിനേഷനിൽ നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബേസ് മോഡലിൽ വരുന്നത് ഏകദേശം 21.49 ലക്ഷം രൂപയാണ്. അത് 65 കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്കുള്ള വണ്ടിക്കാണ്. ഇത് കൂടാതെ ഒരു ബ്ലാക്ക് സ്റ്റെൽത്ത് എഡിഷൻ മോഡലും കൂടെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി വണ്ടി ഇറക്കി കുറേ നാളിന് ശേഷമാണ് ഇവർ നോർമലി ഡാർക്ക് എഡിഷനൊക്കെ ഇറക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്റ്റെൽത്ത് എഡിഷനും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടാതെ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഓൾ വീൽ ഡ്രൈവ്, അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടെറൈൻ മോഡ്സ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടി ഷോറൂമിൽ വരുന്ന ടൈമിൽ നമ്മൾ ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ ഹാരിയർ റിവ്യൂവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതെന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യവും, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏത് ഫീച്ചർ കാരണമാണ് നിങ്ങൾ ഈ ഒരു വണ്ടി ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്നുകൂടെ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഇതിന് പകരം നിങ്ങൾ മറ്റേതെങ്കിലും EV ചൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടിയെ പറ്റിയും അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.